എനിക്ക് നാളെ ഇനി എന്ത് സംഭവിച്ചാലും ഇവര് തന്നെയാണ് അതിന് ഉത്തരവാദി. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടേയുള്ളൂ. പിന്നെ ഞാൻ അറിയാതെ എൻ്റെ വൈഫിൻ്റെ കയ്യിന്നും എൻ്റെ കയ്യിന്നും മാലയും താലിയും എല്ലാം മേടിച്ച് എൻ്റെ വൈഫ് മരിച്ചിട്ടിപ്പോൾ 3.5 വർഷമായി. കുടുംബം നശിപ്പിച്ചു, പണവും സ്വർണ്ണാഭരണവും അപകരിച്ചു. ഞങ്ങളുടെ ഈ ഒരു സ്ഥലമുണ്ട് പരിത്തറ എന്ന് പറയുന്നത്, അതിനപ്പുറത്തേക്ക് എന്നെ ഇറക്കി തരാനാണ് പറയുന്നത്. ഇറക്കി തന്നു കഴിഞ്ഞാൽ എന്നെ കൊന്നു കളയും. ഓരോ ദിവസവും ഓരോരോ വാർത്തകളാണ്. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടേയുള്ളൂ. അങ്ങനെ ഒരു പെണ്ണ് ഒരുമ്പെട്ടുകൊണ്ട് ഒരു വീട്ടിൽ കയറിപ്പറ്റി, അതും വീട്ടുജോലിക്കാരിയായി. എന്നിട്ട് ഒരു കുടുംബം തകർത്തു, കുടുംബജീവിതം തകർത്തു, ഗൃഹനാഥനെ ജയിലിലടച്ചു അല്ലേ? അതെ. എന്നിട്ട് ഇവിടുന്ന് പണവും സ്വർണവുമായി കടന്നു കളഞ്ഞു. അതെ. നിയമ പോരാട്ടമാണ്. അതെ, തുറക്കമാണ്. അതെ. ഇതാർക്കും ഇനി ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാവരുത്. ഒരു ആണുങ്ങൾക്കും അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങൾക്കും ഒരാൾക്കും ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ അതിനൊരു മുൻകൈ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാത്ത തെറ്റിന് ജയിലിലും കിടന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ ഈ ഒരു പ്രവൃത്തി കാരണം. കാര്യം ഒരു സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പരിരക്ഷ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ സ്ത്രീ കാണിച്ച ഒരു ഇതിന്റെ ബേസിൽ മാത്രമാണ് ഞാൻ അകത്തു പോകേണ്ടി വന്നത്. ഞാൻ ഇന്ന് ഈ അനുഭവിക്കുന്നത്. കാര്യം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഇവര് എൻ്റെ വീട്ടിൽ വന്ന് ഒരു ജോലിക്കായിട്ട് നിന്നു. എൻ്റെ പണം അപഹരിച്ചുകൊണ്ട് പോയി. സ്വർണം കാര്യം പല തവണയായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊണ്ടുപോയി. ഈ താങ്കൾ പറയുന്ന ഒരു സ്ത്രീയാണ് താങ്കളുടെ കുടുംബജീവിതം നശിപ്പിച്ചത്. ഈ വീട്ടിലേക്ക് ഒരു വീട്ടുജോലിക്കാരി കടന്നു വന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തു അല്ലേ? അതെ. എങ്ങനെയായിരുന്നു ഒരു വീട്ടുജോലിക്കാരി ഇവിടെ കടന്നു കയറാനുള്ള സാഹചര്യം? എൻ്റെ മാതാപിതാക്കൾ ഏജ്ഡാണ്. അവരെ കൊണ്ട് അവരുടെ കാര്യങ്ങളെ നോക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീട്ടില് എൻ്റെ കുഞ്ഞിനെ എന്നെ നോക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. താങ്കൾക്ക് ഭാര്യയില്ലേ? എൻ്റെ ഭാര്യയുണ്ട്. ചെറിയ ഒരു വഴക്കുണ്ടായിരുന്നു. അവര് വീട്ടിലാണ്. ഞാൻ അവരുടെ വീട്ടിലാണ്. ഞാൻ അവരെ പലതവണ പോയി ഞാൻ വിളിച്ചിരുന്നു. വന്നില്ല. നമുക്ക് കുഞ്ഞിന് എന്നെ സ്കൂളിൽ വിടാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു ആ സമയത്ത്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം നമുക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരാളിനെ ആവശ്യമാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ആളിന് വരുന്നതും നമ്മുടെ വീട്ടിലേക്ക് വന്ന് കുഞ്ഞിനെ നോക്കുന്നതും ഈ കാര്യങ്ങളിലേക്ക്. ശമ്പളം കൊടുക്കുമായിരുന്നു? ശമ്പളം കൃത്യമായിട്ട് 21,000 രൂപ. 21,000 രൂപ അല്ലേ? അതെ. ഒരു മാസം 21,000 രൂപ കൊടുക്കും. അതെ. ശരി, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് താങ്കൾ പോകുന്നത്? ഈ പ്രശ്നത്തിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ കയ്യിൽ നിന്നും ആ ടൈമിന് പൈസ ഇവര് പല ആവശ്യങ്ങൾ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ശമ്പളമല്ലാതെ കൊച്ചിന്റെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അതായത് മോളെ വിടണം. ട്രിവാൻഡ്രത്ത് ഒരിടത്ത് ഒരു അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസ വാങ്ങിച്ചിരുന്നു. അത് കൂടാതെ അന്ന് ഒരു 25 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. കടമായിട്ടാണ് വാങ്ങിച്ചത്. അത് കൂടാതെ മകന്റെ വിദ്യാഭ്യാസം കാര്യം ഒരു റീസൺ പറഞ്ഞല്ല അവർ വാങ്ങിക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാന്ന് അറിയാമോ, ഇവിടെ നിൽക്കുമ്പം തന്നെ എൻ്റെ വീട്ടിലേക്ക് ഓരോരുത്തർ വരാൻ തുടങ്ങി. കാര്യം ഇവരെ അന്വേഷിച്ചുകൊണ്ട് മീൻസ് അവരുടെ വീട്ടിലേക്ക് അവിടെ ചെല്ലുകയും അവിടെ നിന്ന് നേരെ ഇവിടെ ആണെന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ ഇങ്ങോട്ടേക്ക് വിടുക. ഇവരുടെ വീട്ടുകാര് കുറെ ദിവസങ്ങൾ കടന്നുപോയി. കുറെ ദിവസം കടന്നുപോയപ്പോഴാണ് ഈ വ്യക്തി നമ്മളോട് അതായത് ഒരു അമിത സ്വാതന്ത്ര്യം എടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. കാര്യം എല്ലാ കാര്യങ്ങളിലും കാര്യം നമ്മളിലേക്ക് ഒരു വരുന്നതായിട്ട് എനിക്കൊരു സംശയം തോന്നിയിരുന്നു. കാര്യം ആളുടെ പെരുമാറ്റ രീതികളും എല്ലാം അങ്ങനായി. അപ്പൊ ഞാന് അപ്പഴത്തേനും നമ്മൾ പെട്ടുപോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൈസ എല്ലാം ഓൾറെഡി അവരുടെ കയ്യിലായിപ്പോയി. വാങ്ങിച്ചത്. അതെ. അപ്പൊ ഞാന് അവരോട് ഈ പൈസ തിരിച്ച് റിട്ടേൺ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കാണാം അവർക്കൊരു ഈ കാര്യങ്ങളിൽ വലിയ ഇതില്ല, ഉത്സാഹമില്ല. എന്നാൽ നമ്മളിലേക്ക് ഒരു അടുപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ പലരോടും ഇത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ ഇങ്ങനെ ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. സംസാരിച്ച ഇതിലാണോ എനിക്ക് അറിയില്ല. ആദ്യമായിട്ടൊരാള് ഇതുപോലെ കടന്നു വന്നിട്ട് പറഞ്ഞു, എനിക്കിതുപോലെ പൈസ തരാനാണ്. വീട്ടിൽ വന്നു. ഇത് ഓയൂര് സൈഡിൽ നിന്നാണ് ആദ്യം വരുന്നത്. പുള്ളിക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. ഏത് രീതിയിൽ? അതും ഇത്തരത്തിൽ തന്നെയായിരുന്നു. പൈസ വാങ്ങിയതിന് ശേഷം അവരൊരു അടുപ്പം ഉണ്ടാക്കി. അപ്പോഴാണ് അവരുടെ ഒരു നേച്ചർ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. കാര്യം എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവർ പൈസ വാങ്ങുന്നത് എന്നത്, വാങ്ങിക്കഴിഞ്ഞാൽ കൊടുക്കാതാകുമ്പോൾ എത്തരത്തിലാണ് പെരുമാറുന്നതെന്നും നമ്മൾ മനസ്സിലാക്കാൻ. അതിനുശേഷം ഒന്നിനു പുറകെ ഒന്നായിട്ട് ആണുങ്ങൾ വരാൻ തുടങ്ങി. ഓയൂന്ന് കഴിഞ്ഞിട്ട് ചെറക്കര എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ഒരാൾ വന്നിരുന്നു. ഓയൂരപ്പുറം ചാത്തന്നൂർ സൈഡിൽ നിന്ന്. അതും ഇതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് ലക്ഷങ്ങളുടെ കണക്കാണ്. ലക്ഷങ്ങളുടെ കണക്കാണ് പറയുന്നത്. ഈ പറയുന്നത് ചെറുക്കനെ ഗൾഫിലേക്ക്, ചെറുക്കന്റെ വിദ്യാഭ്യാസം, അതായത് നമ്മളോട് പറയുന്ന അതേ റീസൺസ് തന്നെയാണ്
പലരോടും പറഞ്ഞു. പിന്നെ മുട്ര സൈഡിൽ നിന്ന് ഒരാൾ വന്നിരുന്നു. പിന്നെ ഇവരുടെ എല്ലാം കറക്റ്റ് ഡീറ്റെയിൽസ് അങ്ങോട്ട് ഉണ്ട്. ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വെളിയം നമ്മുടെ മാല സൈഡിൽ നിന്ന് ഒരു വ്യക്തി വന്നിരുന്നു. അത് പുള്ളി ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരന് ഇതുപോലെ 4 ലക്ഷം രൂപ പുള്ളിക്കാരനെ പറ്റിച്ചതാണ്. പുള്ളിയുടെ വീട്ടിന്റെ തൊട്ടടുത്ത്, ഈ പറയുന്ന പുള്ളിക്കാരത്തിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. താങ്കൾക്ക് എത്ര നഷ്ടമായി? എനിക്ക് എന്റെ 1,80,000 രൂപയായിരുന്നു. ടിജു തോമസ് പറഞ്ഞ ആ സ്ത്രീയെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നിരവധി പേരുടെ കയ്യിൽ നിന്നും അനേകം സാമ്പത്തികം ഈ സ്ത്രീ അല്ലേ അതെ മേടിച്ചു എന്നാണ് താങ്കളുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ഞാൻ ഭുവനേന്ദ്രൻ വെളിയത്ത് താമസിക്കുകയാണ്, മാലയിൽ താമസിക്കുകയാണ്. എന്താണ് പരിപാടി എന്നാണ് താങ്കളുടെ? ഞാൻ മുമ്പ് ടാറ്റയിൽ വർക്ക് ചെയ്തിരുന്നത്, ഇപ്പൊ ഓട്ടോ ടാക്സി ഓടിക്കുകയാണ് വെളിയത്ത്. അപ്പോ വെളിയത്ത് അറിയാം. അവര് ഞങ്ങൾ തൊട്ടപ്പുറത്ത് അവർക്ക് അപ്പയുടെ വീട്ടിലാണ് വാടക താമസിച്ചിരുന്നത്. ഇപ്പൊ എന്റെ മക്കളൊക്കെ ഗൾഫിൽ പോയി മാലയിൽ വസ്തു അടിച്ച് വീട് വെച്ച്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഈ പൈസയൊക്കെ ഉണ്ടെന്ന് വളരെ വലിയ വിശ്വാസത്തിൽ കഴിഞ്ഞിരുന്നതാണ്. അപ്പൊ 3.5 ലക്ഷം രൂപ സ്വർണം പണയം വെച്ച് എന്റെ വൈഫിന്റെ സ്വർണം പണയം വെച്ച് കൊടുത്തു 4 വർഷം മുമ്പ്. പിന്നെ ഞാൻ അറിയാതെ എന്റെ വൈഫിന്റെ കയ്യിൽ നിന്നും മാലയും താലിയും എല്ലാം മേടിച്ച്, എന്റെ വൈഫ് മരിച്ചിട്ട് ഇപ്പൊ 3.5 വർഷമായി. അത് ഇന്ന് വരെ കൊടുത്തിട്ടില്ല, ഒരു പൈസയും തന്നിട്ടില്ല, ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസയും തന്നിട്ടില്ല. പ്രശ്നമായി, കേസായി, ഒരു നടപടി ഉണ്ടായില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട കൊട്ടാരക്കര കോടതി സെക്കൻഡ് ക്ലാസ്സിൽ കൊടുത്തേക്കാണ്. നിയമപരമായിട്ട് പോകാനുള്ള നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 2 വർഷമായി കേസ് നടന്നിട്ട് ഒരു സമൻസ് വന്ന് കൈപ്പറ്റിയിട്ടില്ല. ആ സമയത്ത് ആള് എസ്കേപ്പായി. ഇനിയിപ്പോൾ അടുത്ത സമൻസ് വരും കോടതിയിൽ നിന്ന്, ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് എനിക്ക് പൈസ വീണ്ടെടുത്ത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ മകളെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകാനായിട്ട്, കുഞ്ഞിൻ്റെ മാല എടുക്കാനായിട്ട് ഇത് ചെയ്തപ്പോഴാണ് ഈ സംഭവം എല്ലാം ഒന്നിച്ചാണ് വെച്ചിരുന്നത്. ഇതിനകത്ത് നിന്ന് ഈ സംഭവം കാണുന്നില്ല എന്നുള്ളത്. അപ്പോഴും നമ്മൾ അറിയുന്നില്ല, ഇത് കണ്ടവരുണ്ടെന്നുള്ള കാര്യം ഞങ്ങൾ അറിയുന്നില്ല. ഇത് അവര് പറഞ്ഞതും ഇല്ലായിരുന്നു. ഇത് ഞാൻ ഇവരെടുത്തോണ്ട് പോയെന്നാണ് താങ്കൾ പറയുന്നത്? അതെ, എടുത്തോണ്ട് പോയി 100%. കാര്യം സാക്ഷികളുണ്ട്. ആരാണ്? കൃഷിപ്പണിയും പരിപാടിയായിട്ട് നിന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മരം വെട്ടും സൈഡും എല്ലാം ഇതിനായിട്ട് നിന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി ഇത് കണ്ടു. ഇത് കൂടാതെ ഞങ്ങൾ ഇത് അന്വേഷിച്ചു. ഞാൻ അതിന്റെ പേരിൽ ഇത് നേരെ എനിക്ക് തിരിച്ച് ഓപ്പോസിറ്റാണ് വന്നത്. കാര്യം ഒരു സ്ത്രീ എന്ന നിലയിൽ ഇവർ നേരെ ഇതെല്ലാം ഓപ്പോസിറ്റാക്കി നമ്മൾ ഒരു ദിവസം അകത്ത് പോയി കിടക്കേണ്ട ഒരു അവസ്ഥ, ജയിലിൽ പോയി ഇവര് മുഖേന നമ്മൾ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതിനുശേഷമാണ് ഞാൻ എനിക്കെതിരെ അവരെ മർദ്ദിച്ചു, എടുത്തു, ഇവര് എന്നെ ഇത്തരത്തില് ഇവിടെ വീട്ടിൽ വെച്ച് പീഡനത്തിന് ശ്രമിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഇത് ചെയ്തു. പക്ഷേ ഞാൻ ഇതെല്ലാം ഫൈറ്റ് ചെയ്തു. ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നും ഈ കേസെല്ലാം ചുമ്മാതാണെന്ന്, ഇത് ഉണ്ടാക്കിയ ഒരു കേസാണെന്ന് പറഞ്ഞ് ഞാൻ ഇതെല്ലാം തെളിയിച്ചു, കോഷ് ചെയ്ത് കളഞ്ഞു. ഈ 2 കേസുകളും എനിക്കെതിരെ ഒരു കേസുകളും ഇല്ല. ഇതെല്ലാം ഒരു കേസും ഇല്ല. അതുകൊണ്ടാണ് താങ്കൾ നിയമപോരാട്ടത്തിൽ. അതെ, കാര്യം എന്ന് വെച്ചാൽ എനിക്കിനി ഇവരെ ഇതേ രീതിയിൽ തന്നെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. കാര്യം ഇനി ഒരാളും വഞ്ചിക്കപ്പെടാനോ ചതിക്കപ്പെടാനോ പാടില്ല. ഈ മാല കൊണ്ടുപോയ ഓട്ടോയിലെ വ്യക്തി ആ മാല തറയിൽ ഇവരുടെ കയ്യിൽ നിന്നും താഴെ വീണിട്ടുണ്ടായിരുന്നു. ഇത് എടുത്ത് വെക്കുന്നത് കണ്ട വ്യക്തിയുണ്ട്. 2 സാക്ഷികളെ ഇന്ന് സാക്ഷികളുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് കേസെടുത്തില്ല. CMB ഫയൽ ചെയ്ത് കോടതിയിൽ നിന്നാണ് ഇപ്പം പോലീസിലേക്ക് റിപ്പോർട്ട് പോയേക്കുന്നത്. ശരി, എന്തായാലും ശരി. ഇതിൽ ഈ ഒരു വാർത്ത കാണുന്ന നമ്മുടെ പ്രേക്ഷകർ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ ജോലിക്കാരെ നിയമിക്കും. എല്ലാ ജോലിക്കാരും ഇതുപോലെയാണ് എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശത്രുക്കളാരാണ്, മിത്രങ്ങളാരാണ്, നല്ലതേതാണ്, ചീത്തയേതാണ് എന്നൊക്കെ. അല്ല എങ്കിൽ നിങ്ങളും നാളെ ഇതുപോലുള്ള മാധ്യമത്തിന് മുന്നിൽ വന്ന, അല്ല എങ്കിൽ ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ വന്ന സങ്കടം പറയേണ്ടി വരും. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും ആ പഴയ രീതിയിൽ തിരികെ കിട്ടില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ പറയാനുള്ളത്, ഈ വീട്ടിൽ കടന്നു കയറി ഈ കുടുംബം നശിപ്പിച്ച, ഇവിടെ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്ത ആ സ്ത്രീ അവരങ്ങനെ ചെയ്തിട്ടുണ്ടോ എങ്കിൽ ചെയ്തുവെന്ന് നമ്മൾ സ്ഥാപിക്കുന്നില്ല. അതൊക്കെ തെളിയിക്കേണ്ടത് ഇവിടുത്തെ നിയമമാണ്. ഈ പൈസ ചോദിച്ചുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പം ഇവരുടെ ഭർത്താവിന്റെ കൂട്ടുകാരായിട്ടുള്ള കുറച്ച് ഗുണ്ടകൾ ടൈപ്പ്, അതുപോലെ 1, 2, 3 രാഷ്ട്രീയക്കാരും അറിയാം എല്ലാവരും. ഞാൻ വീഡിയോ ഉൾപ്പെടെ എടുത്തു വെച്ചേക്കുന്നതാണ്. ഈ എന്നെ ഭീഷണിപ്പെടുത്താൻ എൻ്റെ വീട്ടിൽ കയറുകയും എൻ്റെ വീട്ടിൽ കയറി അക്രമം നടത്തുകയും
എൻ്റെ മാതാവിനെ പിടിച്ചു തള്ളി മാതാവിൻ്റെ വന്ന് വീണിട്ട് ദേഹത്ത് ചതവുണ്ടായിരുന്നു. ഇത് കൂടാതെ എൻ്റെ ഈ ഇടത് കയ്യുടെ ഈ സൈഡിലായിട്ട് എനിക്ക് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഈ രമ്യ എന്ന് പറയുന്ന സ്ത്രീ അറിയാം? രമ്യ ചന്ദ്രൻ അറിയാം. എങ്ങനെയാ പരിചയം? ഇവിടെ കൊച്ചിനെ നോക്കാനൊക്കെ ഈ വീട്ടിൽ നിന്ന്. അമ്മ എന്തോ മർദ്ദിച്ചെന്നോ തള്ളിയിട്ടെന്നോ? അതാരായിരുന്നു? അവളായിരുന്നു. അവളല്ല അവളുടെ ഭർത്താവ്. അപ്പൊ ഞാൻ ഈ വാതിൽക്ക നിൽക്കുകയായിരുന്നു. അന്നേരം ഇയാള് വന്ന് ഇവളെ കൈക്ക് പിടിച്ച് വലിച്ച് തൊട്ട് മുമ്പിൽ നിൽക്കുകയായിരുന്നു ഞാൻ. എനിക്ക് കാലിനൊന്നും ബലമില്ല മോനെ. ഞാനങ്ങ് പടാന്ന് പറഞ്ഞ അവിടെ അങ്ങ് വീണുപോയി. ഇവൻ നോക്കിയപ്പോ ഞാൻ തറയെ വീണ് കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ അവൻ ഓടി വന്ന് എന്നെ പിടിച്ചെഴുന്നേപ്പിച്ച് അങ്ങനെ പിന്നെ അയാൾക്കിട്ട് 2 പൊട്ടിച്ച് എൻ്റെ തോളയിലും ചതവുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് മോനെ ഈ ഇലക്ഷൻ്റെ അന്ന് ഒരു ചെറുക്കനും വേറൊരു ചെറുക്കനും കൂടെ ഇവിടെ വന്നിട്ട് ഞങ്ങളെ വെല്ലുവിളിച്ച് പിന്നെ ഇവിടെ ഞങ്ങളെ പിന്നെ കൊന്നുകളയും ഭീഷണികളയും എന്നൊക്കെ പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൽ പരാതി ഒന്നും കൊടുത്തില്ലേ? പോലീസ് പരാതി കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് ഇവര് വലിഞ്ഞ്. എനിക്കിവിടെ ഞങ്ങളുടെ ഈ ഒരു സ്ഥലമുണ്ട് പരിത്തറ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് എന്നെ ഇറക്കി തരാനാണ് പറയുന്നത്. ഇറക്കി തന്നു കഴിഞ്ഞാൽ എന്നെ കൊന്നുകളയും എന്നുള്ള രീതിയിൽ സുഹൃത്ത്. എനിക്ക് ഭയമില്ല. ഞാൻ ഒരു നിയമ പോരാട്ടത്തിന് ഇറങ്ങിയതാണ്. ഇനി എൻ്റെ പൈസയും എൻ്റെ സ്വർണവും എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അഭിമാനവും എനിക്ക് വീണ്ടെടുക്കാതെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറത്തില്ല. എനിക്ക് വേണം, തീർച്ചയായിട്ടും വേണം. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ്റെ അന്ന് പോലും ഇവരുടെ മകൻ വന്നിട്ട് ഇനി ഞാൻ ഏതെങ്കിലും നിയമകാര്യങ്ങൾക്കോ ഇതിനോ ഇറങ്ങി ഇവർക്കെതിരെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവനൊരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു, എനിക്ക് കണ്ടാൽ അറിയാം, ഇവനെ കണ്ടാലും അറിയാം. വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കുടുംബത്ത് കയറി വന്നിട്ട് ഇവൻ ഭീഷണിപ്പെടുത്തിട്ട് പോയതാണ്. ഞാൻ മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് കുഞ്ഞിനോട്, കാര്യം അവർക്ക് 2 പേർക്കും വയ്യ, അങ്ങനെ ഇരിക്കുന്നവരാണ്. എന്നെ കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു, മക്കളെ ആ മൊബൈൽ ഇങ്ങ് എടുത്തോണ്ട് വന്ന് പറഞ്ഞപ്പോഴത്തേനുമാണ് 2 പേരും കൂടെ സ്ഥലം വിട്ടു. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് നാളെ ഇനി എന്ത് സംഭവിച്ചാലും ഇവര് തന്നെയാണ് അതിന് ഉത്തരവാദി, വേറെ ആരുമല്ല. ഇനി എങ്ങനെ എനിക്ക് ഒരു ശകലമെങ്കിലും എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇത് വാങ്ങാതെ, എൻ്റെ പൈസ എനിക്ക് നഷ്ടമായത് എല്ലാം തിരിച്ചു വാങ്ങാതെ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല. നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. തീർച്ചയായിട്ടും അവരെ കൊണ്ടുവരും. ശരി. ഇത്തരത്തിൽ ഈ സ്ത്രീ കാരണം ബുദ്ധിമുട്ടിയവരുണ്ടോ എങ്കിൽ, കഷ്ടപ്പെട്ടവരുണ്ടോ എങ്കിൽ, ഇപ്പോഴും കഷ്ടപ്പെടുന്നവരുണ്ടോ എങ്കിൽ വിസ്മയ മാധ്യമത്തെ വിളിക്കുക. ഞങ്ങൾക്ക് തുറന്നു കാട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ. ക്യാമറമാൻ ജുവലിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.